നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ദേവി നാരായണ. ആ തിരുമേനി ഒരു പൂജ ചെയ്യാനുണ്ട്. ദാ രസീത്. മഹാമൃത്യുഞ്ജയ പൂജ. വൃന്ദ അയ്യർ, മകം നക്ഷത്രം. അതെ. സൂര്യമംഗലത്തില്ലത്തെ ഇളയത് തിരുമേനിയുടെ ചെറുമകളല്ലേ? അതെ തിരുമേനി. എന്നെ എങ്ങനെ മനസ്സിലായേ? ഇളയത് തിരുമേനി എന്നെ വിളിച്ചിരുന്നു. മുത്തശ്ശനെ തിരുമേനി അറിയോ? അറിയോന്നോ? അദ്ദേഹത്തെ അറിയാത്ത ഞങ്ങളുടെ ഇടയിൽ ആരാ ഉള്ളത്? കിഴക്കിലെ ക്ഷേത്രത്തിൽ ഞാനും അദ്ദേഹം കൂടി ഒരു ദേവപ്രശ്നത്തിനായിട്ട് ഒരുമിച്ചുണ്ടായിരുന്നു 5 ദിവസം. സൂര്യമംഗലത്തെ ഒരു സന്തതിക്ക് ഈ ക്ഷേത്രത്തിൽ വരാൻ കഴിഞ്ഞത് മഹാഭാഗ്യമാണ്. ഈ ക്ഷേത്രത്തിലെ മേൽശാന്തി ഞാനാണെന്നറിഞ്ഞാണ് അദ്ദേഹം എന്നെ വിളിച്ചത്. മോള് വരാൻ വൈകുമെന്ന ആശങ്ക അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് സൂര്യ വെളിച്ചം വീഴും മുമ്പ് ആ പൂജ ഞാൻ നടത്തിയിട്ടുണ്ട്. മോള് പോയി എല്ലായിടത്തും തൊഴുതു വന്നോളൂ. ഞാൻ പ്രസാദം എടുത്തു വയ്ക്കാം. ശരി. മോള് ആ വലത് കൈ ഇങ്ങോട്ട് നീട്ടുക. ഇത് ഞാൻ കെട്ടിക്കൊള്ളാം തിരുമേനി. ഇത് ഇവിടെ വെച്ച് തന്നെ ബന്ധിച്ചു വിടണമെന്ന് ഇളയത് തിരുമേനി പ്രത്യേകം പറഞ്ഞിരിക്കുക. മോള് കെട്ടാൻ മറന്നുപോയാലോ? അത് പാടില്ല. ഇതെന്തിനാ തിരുമേനി? എന്തിനാണെന്ന് പറഞ്ഞാൽ മോൾക്ക് വിശ്വാസം വരണമെന്നില്ല. ഒരു രക്ഷായന്ത്രമാണ്. മോള് ഇന്നത്തെ ദിവസം തന്നെ വന്നത് നന്നായി. ഇന്ന് പൗർണമിയാണല്ലോ. അടുത്ത പൗർണമി വരെ ഇത് കയ്യിൽ നിന്നും അഴിച്ചു കളയരുത്. എന്നാ ശരി തിരുമേനി, ഞാനിന്ന് ഇറങ്ങട്ടെ. മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ള വഴിപാടുകൾ നടത്താനായി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണം. നീ എന്താ ഇവിടെ? നിന്നെ ബസ് കയറ്റി നാട്ടിലേക്ക് അയച്ചതല്ലേ? പിന്നെ നീ എന്താ നാട്ടിലേക്ക് പോകാതിരുന്നേ? പറയാറോ? സംസാരിക്കല്ലേ? വിട്. നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാ. നാട്ടിലെ വണ്ടി കയറി നീ എന്താ പോകാതിരുന്നേ? ഞാൻ പറയാം. വിടാരോ? നീ പ്രശ്നം ഉണ്ടാക്കി എന്നെ കുഴപ്പത്തിലാക്കരുത്. നിനക്ക് കുഴപ്പം വരാതിരിക്കാനല്ലേ നിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് ബസ് കയറ്റി വിട്ടത്. പിന്നെ നീ എങ്ങനെ ബസ്സിൽ നിന്ന് ചാടി? ബസ്സിലൊന്നും എനിക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. യാത്ര ചെയ്തപ്പോഴാ ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. പലരും എന്നെ സംശയത്തോടെ നോക്കുന്നത്. ബസ്സിൽ വെച്ച് ഞാൻ പിടിക്കപ്പെടേണ്ടതാ. എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട. ഞാൻ പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ തനിക്കും ഫ്രണ്ട്സിനും കുഴപ്പമായനെ. ഞാൻ കാരണം താനും ഫ്രണ്ട്സും കുഴപ്പത്തിലാവാൻ പാടില്ല. ഈ നാട്ടിൽ നീ നിൽക്കുന്നതാ ഞങ്ങൾക്ക് കുഴപ്പം.